സരിക ഈ എയർ ഹോണിനെ പറ്റി പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ടല്ലോ. മീഡിയ ഒക്കെ എയർ ഹോൺ ഉള്ള വണ്ടിയെല്ലാം പിടിക്കുന്നില്ല. അതിനെ പറ്റി എന്താണ് അൻസരികക്ക് പറയാനുള്ളത്? എയർ ഹോണിനെ പറ്റി പറയാനുള്ളത് ഒരുപാട് നല്ല വശങ്ങളുണ്ട്, മോശം വശങ്ങളുമുണ്ട്. ഈ ഏറ്റവും കൂടുതൽ അതിന് നല്ല വശങ്ങളാണ്. ഒരു ഡ്രൈവർ എന്നുള്ള നിലയിൽ നമ്മള് പല റോഡുകളിലും സഞ്ചരിക്കുന്ന ഒരാളാണ്. ഇപ്പൊ കൊടും വളവുകളും ഹൈ റേഞ്ച് ഏരിയകളിലും ഒക്കെ നമ്മുടെ ഈ ഹോണ്, ഇപ്പൊ ഇതിനകത്തിരിക്കുന്നത് സാധാ ഹോണായിരിക്കുന്നത്, എങ്കിലും എയർ ഹോൺ അടിക്കുമ്പോൾ ആ എയർ ഹോണിന്റെ ആ ഒരു സൗണ്ടിൽ നമുക്കൊരു വണ്ടി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ എതിരെ വരുന്ന ഒരു വണ്ടിക്കാരൻ നമ്മുടെ വണ്ടി കാണാതെ തന്നെ ഈ ഹോൺ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഏകദേശം വലിപ്പമുള്ള വണ്ടിയാണ് വരുന്നത്. അപ്പൊ നമ്മളിപ്പോ സഞ്ചരിക്കുന്ന ഈ ഭാരത് ബെൻസിന്റെ ഈ വണ്ടി ഏകദേശം 40 ഫീറ്റില് മേളില് നീളമുള്ള ഒരു വണ്ടിയാണ്. 40 അടിയിൽ കൂടുതൽ നീളമുള്ള ഒരു വണ്ടിയാണ് ഇത്. അപ്പൊ ഇത് ഒരു വളവ് ഏകദേശം ഒരു 45 ഡിഗ്രി വളവ് വളയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പൊ ലെഫ്റ്റിലോട്ടാണ് ഞാൻ വളയ്ക്കുന്നതെങ്കിൽ എന്റെ വണ്ടി റൈറ്റ് പിടിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ലെഫ്റ്റിലോട്ട് വളയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ റൈറ്റ് പിടിച്ചൊരു വളവ് വളഞ്ഞ് ചെല്ലുമ്പോൾ എതിരെ വരുന്ന വാഹനത്തിന് എന്റെ വണ്ടി എത്രത്തോളം വലിപ്പമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടും ഈ ഹോൺ ഒരു സഹായകരമായ ഒരു കാര്യമാണ്. അപ്പൊ എതിരെ വരുന്ന വണ്ടിക്കാരൻ ഇതിന്റെ ഹോണ് സാധാ ഹോണ്, ഒരു ചെറിയ സ്കൂട്ടറിന്റെ ഹോണാണ് ഇതിന് വെച്ചേക്കുന്നതെങ്കിൽ ആ എതിരെ വരുന്ന വണ്ടിക്കാരൻ തീർച്ചയായിട്ടും ഒരു സ്കൂട്ടറിന്റെ സൈഡേ തരുവുള്ളൂ വളവ് വളഞ്ഞു വരുമ്പോ. അപ്പൊ അവിടെ പെട്ടെന്ന് ഒരു വലിയ വാഹനത്തിനെ കാണുമ്പോൾ അവിടെ അപകടം ഉണ്ടാവുക ചെയ്യുന്നത്. അവൻ ചിലപ്പോ ഒരു ലോഡ് വണ്ടി ആയിരിക്കും ഇറങ്ങി വരുന്നത്. അപ്പോൾ അവനിക്ക് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയാൽ നിൽക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ എന്താവും, ഈ വണ്ടികളെ തങ്ങളിൽ ആക്സിഡന്റ് ഉണ്ടാവും. ചവിട്ടിയാൽ നിൽക്കത്തില്ല, ലോഡ് വണ്ടികൾ അങ്ങോട്ട് അന്യോന്യം ചവിട്ടിയാൽ ബ്രേക്ക് ചവിട്ടിയാൽ നിൽക്കാത്തൊരു സാഹചര്യമാണ്. ഈ ഇറങ്ങുന്ന സമയത്തൊക്കെ പെട്ടെന്നൊന്നും നിർത്താൻ പറ്റത്തില്ല. അതുപോലെ തന്നെ റോഡിലേക്ക് എൻട്രി ചെയ്യുന്ന ചില ആൾക്കാർ ഈ പറഞ്ഞ കണക്ക് ഹോണ് കേട്ടിട്ടാണ് അവരും നമുക്ക് സൈഡ് തരുന്നത്. ഇപ്പൊ മുന്നേ നടന്നു പോകുന്ന ഒരു കാൽനട യാത്രക്കാരന്റെ കാര്യം തന്നെ എടുക്കാം. നമ്മളിപ്പോ ഇങ്ങനെ ഹോൺ അടിക്കുമ്പോൾ അവന്റെ മനസ്സിൽ ആ ഹോൺ കേൾക്കുമ്പോൾ ഒരു രൂപം, ഒരു വാഹനത്തിന്റെ ഒരു രൂപം തെളിഞ്ഞു വരും. ഒരു സ്കൂട്ടറിന്റെ ഹോണാണ് ഞാൻ അടിക്കുന്നതെങ്കിൽ അവന്റെ മനസ്സിൽ എന്താവും, എന്റെ പുറകിൽ സഞ്ചരിച്ചു വരുന്നത് ഒരു സ്കൂട്ടർ ആണെന്ന് വിചാരിച്ച് അവൻ വഴി മാറാതിരിക്കും. പക്ഷെ നമ്മള് ഒരു അപകടകരമായ സാഹചര്യത്തിലായിരിക്കും ഈ ഹോൺ അടിക്കുന്നത്. എതിരെ വരുന്ന വണ്ടി വലിയ വണ്ടി ആയതുകൊണ്ട് നമുക്ക് തീർത്തും സൈഡില്ലാത്തത് കൊണ്ട് മാറാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഹോൺ അടിക്കുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും, മാറാതിരിക്കും. ബ്രേക്ക് ചവിട്ടി ചിലപ്പോൾ ഇതിന് നിൽക്കത്തില്ല. അങ്ങനെ അപകടങ്ങൾ ഉണ്ടാവും. പിന്നെ ഇതിന്റെ വേറൊരു ദോഷവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൗൺ ഏരിയകളിൽ ഹോസ്പിറ്റലുകള് മറ്റ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ഒക്കെ കൊണ്ടുവന്നിട്ട് ഹോൺ അടിച്ചു കഴിഞ്ഞാല് ചെവിക്ക് അത് ഭയങ്കര ഒരു കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. മനുഷ്യന് വലിയ അരോചകം ഉണ്ടാക്കുന്ന ഒരു സൗണ്ടാണ്. സംഭവം ശരിയാണ്. ഇതിന് നല്ല വശം ദോഷവശത്തെക്കാൾ വലുതാണ്, വളരെ വലുതാണ്. അപ്പം ഒരുപാട് ഡ്രൈവർമാര് ഇതിൽ പ്രതികരിക്കുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. പിന്നെ ഇതിന്റെ ഉദ്യോഗസ്ഥര് കഴിയുന്നതും ഇത് ഇളക്കി മാറ്റുന്നതിനകത്ത് നിന്ന് പിന്തിരിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അപകടങ്ങൾ കൂടാനാണ് സാധ്യത. പിന്നെ സിറ്റിയിൽ എയർ ഹോൺ അടിച്ചു കഴിഞ്ഞാല് നിങ്ങൾ നല്ല രീതിയിൽ ഫൈൻ ഇട്ട് കൊടുക്കുക, അത് ന്യായമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ തീർത്തും ഈ വാഹനത്തിൽ നിന്ന് ഈ എയർ ഹോൺ എടുത്തു മാറ്റിയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന ഒരു നിയമത്തോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയത്തില്ല, ആർക്കും യോജിക്കാൻ കഴിയത്തില്ല. കാരണം പ്രത്യേകിച്ച് വലിയ വാഹനം കൊണ്ടു നടക്കുന്ന ഡ്രൈവർമാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഈ ഹോണിന്റെ പേരിലാണ്. ഹോണ് പ്രോപ്പറായിട്ട് അടിച്ച് അതായത് യാത്രക്കാരെ അറിയിക്കാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അപകടം എന്തായാലും ഉണ്ടാവും. ഇതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്.